ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചർച്ച തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചതായിരുന്നു. പക്ഷെ പാലക്കാടിന്റെ കാര്യം പറയാതെ പോകുന്നത് വലിയൊരു അബദ്ധമാവുമെന്ന് തോന്നുന്നു. പാലക്കാട്, ചിറ്റൂര്, മലമ്പുഴ, അങ്ങനെ കുറച്ച് നമുക്ക് ഒറ്റപ്പാലം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത് പോവേണ്ട ചില മണ്ഡലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാലക്കാട് ജില്ല തന്നെ നമുക്ക് നോക്കാം. അതെ, ജില്ല മൊത്തത്തിൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് CPM വളരെ തലവേദനയാണ്. CPM പാലക്കാട് ജില്ല തൂങ്ങാമ്പാറ എന്ന് പറയുന്ന അവിടുത്തെ അവരുടെ പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഇങ്ങേയറ്റം വരെ, പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് ഒക്കെ പാർട്ടിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുള്ളൊരു ജില്ലയാണ് പാലക്കാട്. പാലക്കാട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഷാഫി പറമ്പിൽ പിന്നെ MLA ആകുന്നതിന് മുമ്പ് പാലക്കാട് CPM കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. KK ദിവാകരൻ എന്ന് പറയുന്ന ഒരു CITU നേതാവ് പാലക്കാട് ജയിച്ചിരുന്നതാണ്. പാലക്കാട് CPM ചുവന്ന കോട്ടയായിരുന്നതാണ്. AK ബാലൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുള്ള ഒരു സ്ഥലമാണ്. EMS ജന്മനാടാണ്. EMS ബന്ധമുള്ളൊരു നാടാണ് പാലക്കാട്. എന്തിന്, മലമ്പുഴ VS ജയിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറയുമ്പോൾ പാലക്കാട് ഓരോ പിന്നെ നിയോജക മണ്ഡലമായിട്ട് എടുത്തു പോകുമ്പോൾ മലമ്പുഴ പാലക്കാട് ജില്ലയിൽ പിന്നെ VS മാരാരക്കുളത്ത് തോറ്റു കഴിഞ്ഞപ്പോൾ VS കൊണ്ടുപോയി മലമ്പുഴ നിർത്തി. മലമ്പുഴ എന്നിട്ടും അവിടെ പാലം വലിച്ച് മലമ്പുഴ തോപ്പിക്കാൻ ശ്രമിച്ചിട്ടും മലമ്പുഴയിൽ അത്ര ചുവന്ന ഭൂമി ആയതുകൊണ്ടാണ് VS ജയിച്ചത്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു വർത്തമാനം എന്ന് വെച്ചാൽ മലമ്പുഴ CPM നിർത്താൻ പോകുന്നത് ആർഷോയെ എന്നാണ് പറയുന്നത്. ആർഷോയെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ആർഷോയെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. മലമ്പുഴയൊക്കെ ആർഷോയെ നിർത്തിക്കഴിഞ്ഞാൽ ആർഷോയ്ക്കൊക്കെ എന്ത് വിലയാണ്. പിന്നെ SFIക്കാരെന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് ആർഷോ നടത്തിയത്. ആർഷോയ്ക്ക് ശരിക്കും മണ്ണാർക്കാട് പോലൊരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളതാണ്. മണ്ണാർക്കാട് എന്തുകൊണ്ടാണ് മണ്ണാർക്കാട് ഈ അടുത്തിടയ്ക്ക് ഒരു വിഷയം വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവം ഉണ്ടായിരുന്നു. PK ശശി എന്ന് പറയുന്ന അവരുടെ നേതാവ്. ഇപ്പോൾ CPM-നകത്തൊരു വിഷയം എന്ന് വെച്ചാൽ തലമുറ കൈമാറ്റത്തിൻ്റെയും കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ PK ശശി ഒരു പഴയ നേതാവാണ്. PK ശശി പിണറായി വിജയൻ ഒരു കാലത്ത് പാർട്ടിക്കകത്ത് പാലക്കാട് VS പക്ഷത്തിന് അധീനത്വം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, VS പക്ഷം സ്ട്രോങ് ആയിരുന്ന സമയത്ത് കൃഷ്ണദാസ്, അജയകുമാർ തുടങ്ങിയുള്ള പഴയ MP-മാരൊക്കെ തന്നെ VS വേണ്ടി നിൽക്കുമ്പോൾ ഈ പാർട്ടിയെ പിടിച്ചെടുക്കാനായിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ ഉപയോഗിച്ച ആളാണ് PK ശശി. PK ശശി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരെ ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ശശി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ മണ്ണാർക്കാട് ലീഗിൻ്റെ ഒരു പരിപാടിയിൽ വെള്ള ഉൾപ്പെട്ടുകൊണ്ട് ചെന്നതുകൊണ്ട് ആണ് പിന്നെ അദ്ദേഹം എന്താ UDF പോയി കഴിഞ്ഞു എന്ന വർത്തമാനം വന്ന് ശശിയെ നേരിട്ട് പിണറായി വിളിച്ചു എന്ന് പറയുന്നു. തെരുവിൽ ശശിക്കെതിരെ വാടാ പോടാ ഇംഗുലാവ് വിളിയൊക്കെ ആയി. അതിന് നേതൃത്വം കൊടുത്തത് ഈ ആർഷോയായിരുന്നു. അന്ന് പിന്നെ കൃഷ്ണദാസ് പറഞ്ഞിരുന്നു CPM രീതിയല്ല, തെരുവിൽ വെച്ചിട്ട് പിന്നെ ക്രൂശിക്കുന്നത് CPM രീതിയല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ഉൾപാർട്ടി രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് പാർട്ടി ഘടകത്തിൽ, പാർട്ടി ഫോറത്തിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും PK ശശി പറഞ്ഞിട്ടുണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് ആണ്. പാർട്ടി ഒരു പരിപാടി പങ്കെടുത്തത് കൊണ്ടാണ് അത് അവിടെ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ആ നഗരസഭയ്ക്ക് കീഴിൽ വന്ന ആ ഡിസ്പെൻസറിക്ക്. അതുകൊണ്ടാണ് DYFI പ്രവർത്തകർ അഴിമതി ആരോപണം. അത് മാത്രമല്ല, അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശശി, അവിടുത്തെ ആ ട്യൂട്ടോറിയൽ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ശശി കുറെ കാശ് വെട്ടി എന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വെള്ളയിട്ട് വന്നു. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, പിന്നെ മറ്റേ സിനിമ ബിഗ് ബി സിനിമയിലെ കുറെ ഡയലോഗ് ഒക്കെ അടിച്ചു. പഴയ കൊച്ചിയല്ല, അങ്ങനെയൊക്കെയല്ല. പക്ഷെ എന്ത് ബിലാലും എന്ത് കൊച്ചിയൊക്കെ ആയിരുന്നാലും നിങ്ങൾ തെരുവിലല്ല പ്രകടനം നടത്തേണ്ടത്. അപ്പൊ നമുക്ക് പക്ഷെ DYFIക്കാരും തെരുവിലല്ലേ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയത്. അതിന്റെ മുമ്പിലുണ്ടാക്കി, പിന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷവും. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് പാർട്ടിക്കകത്തുള്ളവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടി ഫോറത്തിൽ നിങ്ങൾ സംസാരിക്കണം. പാർട്ടി ഫോറത്തിൽ സംസാരിച്ച് വേണം തീരുമാനിക്കാനുള്ളത്. അപ്പോൾ അത് മലമ്പുഴയാണ് ഇപ്പോൾ ആർഷോയെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. മലമ്പുഴ പോലൊരു സ്ഥലത്ത് ഇത്തരത്തിൽ VS ജയിച്ചിരുന്ന സ്ഥലമാണ്. പാർട്ടിക്ക് സ്ട്രോങ് ഏരിയയാണ്. അവിടെ ആർഷോയ്ക്ക് നിന്ന് ജയിക്കോ ഇല്ലേ എന്ന് കണ്ടു തന്നെ അറിയാം. മലമ്പുഴ അങ്ങനെ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം വരെ പാർട്ടിയിൽ നിന്ന് കളഞ്ഞിട്ട് പോയി. എന്നിട്ട് കൃഷ്ണദാസ് പിടിച്ചോണ്ട് വന്നു. നമ്മളിപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച തൂങ്ങാമ്പാറയിലെ വിഷയം. പാർട്ടി ഇപ്പോഴും 7 കീറാണ് പാലക്കാട്. സുരേഷ് ബാബു എന്ന പാർട്ടി സെക്രട്ടറി പറയുന്നതല്ല. പിന്നെ സരിനെ കൊണ്ടുവന്നത്, സരിനെപ്പോലൊരു സ്ഥാനമോഹിയായ കോൺഗ്രസ്സുകാരനെ ഇവിടെ നിലം തൊടാൻ സമയമില്ലല്ലോ. ഇപ്പൊ സരിനെ സംബന്ധിച്ചുണ്ടോ, ആളുണ്ടോ? സരിനെ വീണ്ടും നിർത്താൻ പോണെന്നാ പറയുന്നത്.
രാഹുൽ തന്നെ ആയിരിക്കും അപ്പൊ രാഹുലിനെ മാറ്റം എന്ന് പറയുന്നുണ്ട്. രാഹുലിന് കുറെ അലിഗേഷൻ ഒക്കെ ഇപ്പൊ വീണ്ടും ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കഥകളൊക്കെ വരുന്നതുകൊണ്ട് രാഹുലിനെ മാറ്റിയിട്ട് അത്രയും സ്ട്രോങ് ആയ ഒരാൾ, അത്രയും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ആര് വരാൻ? സന്ദീപ് വാര്യരെ നിർത്തും. സന്ദീപ് വാര്യറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരും. അപ്പൊ പാലക്കാട് സരിൻ വീണ്ടും മത്സരിക്കും. അപ്പൊ പിന്നെ അല്ല, നന്നായിട്ട് ചേരുമല്ലോ സന്ദീപ് വാര്യറും സരിനും ആവുമ്പോ പുതുമുഖങ്ങളാണ് പാർട്ടിയിൽ മാറി അല്ല, അവിടെ സന്ദീപ് വാര്യരുടെ പേര് പറഞ്ഞു കേൾക്കുന്ന ക്രോസ് ഔട്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ. അതെ അതെ. അപ്പൊ അത് അങ്ങനെ കിട്ടും. പിന്നെ പട്ടാമ്പിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിലവിലുള്ള MLA CPI കാരനാണ്. CPI കാരന്റെ കയ്യിൽ നിന്ന് മാറ്റവും ഇല്ല എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയാം. പട്ടാമ്പി നമ്മുടെ ഇസ്മയിലിന്റെ ഒക്കെ സ്ഥലമാണ്. പാലക്കാട് KE ഇസ്മയിൽ എന്ന് പറഞ്ഞ് CPI പിണങ്ങി നിൽക്കുന്ന പഴയ ഒരു മന്ത്രിയുണ്ട്. അപ്പൊ UDF സ്ഥാനാർത്ഥി പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഇതുവരെ അങ്ങനെ പേരൊന്നും കേൾക്കുന്നില്ല. പക്ഷെ പട്ടാമ്പിയും പിന്നെ ഈ CPI കയ്യിൽ നിന്ന് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പട്ടാമ്പിയിലൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. പക്ഷെ ഇതിനു മുമ്പ് വന്ന ഒരു യൂത്ത് സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയുന്നതിൽ മുൻപ് നിന്ന ആള് തന്നെ റിയാസ് മുക്കോളി തന്നെ മത്സരിക്കുമെന്നൊരു റിയാസ് മുക്കോളി തന്നെയാണ് സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ പട്ടാമ്പിയിൽ നിലവിൽ ഇപ്പോൾ CPIയുടെയാണ്. CPIയുടെ കയ്യിൽ നിന്ന് CPM എടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇനി നമുക്ക് അടുത്ത പറയാനാണെങ്കിൽ ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് ശശിയുടെ പേര് PK ശശിയെ ഒന്നുകൂടെ നിർത്തണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഇത്തരത്തിലൊക്കെ DYFI ഒക്കെ എതിരെ നിന്ന സമയം ആയതുകൊണ്ട് PK ശശിക്ക് ഇനി സാധ്യതയുണ്ട്. അല്ല, എന്തിനുമൊക്കെ ഒരു അവസാന വാക്ക് പിണറായി ഉണ്ടല്ലോ. PK ശശി അനുകൂലിക്കോ? പിന്നെ പിണറായി വിജയൻ വിദേശത്തായിരുന്ന സമയത്താണ് ഈ കണ്ട പേക്കൂത്തെല്ലാം നടന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ അതുവരെയുള്ള ഭാഷ്യം എങ്ങനെയായിരുന്നു? ഇദ്ദേഹം PK ശശി കളഞ്ഞിട്ട് പോകും, പാർട്ടി വിട്ടു പോകും എന്നൊരു സംസാരമല്ലേ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ തുടക്കത്തിലേ പറഞ്ഞു. പക്ഷെ അതെന്തൊക്കെയോ പാലക്കാട് പലതും സംഭവിക്കാനുണ്ട് എന്നുള്ള പക്ഷമാണ് അന്നും രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത്. അറിയാത്തതും പലതും അവിടെ നടക്കുമെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ പാലക്കാട് ചിലപ്പോൾ നമ്മുടെ പ്രൊഡിക്ഷൻസ് ഒക്കെ തെറ്റും, വേറെ എന്തെങ്കിലും സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അന്ന് ഈ PK ശശിയുമായി റിലേറ്റ് ചെയ്തൊരു പ്രശ്നം വന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന UDF പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞത് ഒരു മാറ്റം നടക്കുന്നുണ്ട്, ഇവിടെ ഒരു മാറ്റം വരുമെന്നാണ്. ചിലപ്പോൾ സന്ദീപ് വാര്യരുടെ എൻട്രി ആയിരിക്കാം, എന്താണെന്നറിയില്ല. ചിലപ്പോൾ പാലക്കാട് പറയുന്നത് പോലെ തന്നെ സന്ദീപ് വാര്യരുടെ പേര് ഒറ്റപ്പാലത്തും കേൾക്കുന്നുണ്ട്. സന്ദീപ് വാര്യരെ ഒറ്റപ്പാലത്ത് നിർത്താനുള്ള സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യരുടെ കെയർ ഓഫിൽ ഒരുപാട് വോട്ടുകൾ പാലക്കാട് മറയാൻ സാധ്യതയുണ്ട് ഈ തരത്തിൽ. ഇപ്പോ കോൺഗ്രസിന്റെ ഒരു നയം എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും ഒരു നേതാവിന്റെ മുഖം കാണിച്ചുകൊണ്ട് അവരിങ്ങനെ എല്ലാ ജില്ലകളിലേക്കുമുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുമെന്ന് പറയുന്നത്. ഇപ്പോൾ പാലക്കാട് സന്ദീപ് വാര്യരെ കാണിക്കുകയാണെങ്കിൽ തൃശ്ശൂർ VM സുധീരൻ്റെ പേര് കാണിക്കണമെന്ന് പറയുന്നുണ്ട്, കോഴിക്കോട് മുല്ലപ്പള്ളിയുടെ പേര് കാണിക്കണമെന്നുണ്ട്. അങ്ങനെ ഓരോ നേതാക്കളുടെ പേരും ഒരു നേതാവിൻ്റെ മുഖം കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആ ജില്ലയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. ഒറ്റപ്പാലത്ത് K പ്രേംകുമാർ തന്നെ തുടരുമോ CPM ഇപ്പോൾ ഉള്ള MLA? അതിനകത്ത് CPM സംബന്ധിച്ചുള്ള ഒരുപാട് ഘടകങ്ങൾ വേറെയും ഉണ്ട്. രണ്ടാമതൊരിക്കൽ കൂടെ മത്സരിച്ചവർക്കും മൂന്നാമതൊരിക്കൽ കൂടെ മത്സരിച്ചവരെയും നിർത്തണ്ട എന്നൊക്കെയുള്ള ഭാഷ്യം വരുന്നു. പിണറായിക്ക് നിൽക്കാൻ കഴിയില്ല, അപ്പൊ എന്തായാലും അത് മാറുമായിരിക്കും. പിണറായിക്ക് നിൽക്കാൻ കഴിയില്ലെന്നല്ല, പിണറായി നിൽക്കുമെന്നാ പറയുന്നത്. പിണറായിക്ക് നിൽക്കാതിരിക്കാൻ കഴിയില്ല. പിണറായി വീണ്ടും സ്ഥാനാർത്ഥിയായി തന്നെ വരും. പിണറായിയും വരും, ചിലപ്പോൾ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കിയിട്ട് ശൈലജയും വരും. അപ്പൊ ഇവിടെ നമ്മൾ പാലക്കാട് ജില്ലയിലെ സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ചിറ്റൂര് പറഞ്ഞില്ല. ചിറ്റൂര് ഇപ്പൊ കൃഷ്ണൻകുട്ടി നമ്മളെ മന്ത്രി കൃഷ്ണൻകുട്ടി ചിറ്റൂരത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിയൊക്കെ ചിലപ്പോൾ മാറ്റും. കൃഷ്ണൻകുട്ടിക്ക് പ്രായാധിക്യമൊക്കെ പ്രശ്നമായി. ചിലപ്പോൾ അവരെ കയ്യിൽ നിന്ന് CPM അത് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ചിറ്റൂരൊക്കെ അവിടെ പുതുമുഖം വരുമോ? ചിറ്റൂരൊക്കെ ചിലപ്പം പാർട്ടിക്കൊക്കെ ലോക്കൽ കമ്മിറ്റി നല്ല വൈബ്രന്റ് ആയിട്ടുള്ള യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ UDFനും വൈബ്രന്റ് ആയിട്ടുള്ള നേതാവായിരിക്കും അവിടെ വരണം. അപ്പോൾ അങ്ങനെ ഇതൊരു ഫസ്റ്റ് റൗണ്ട് ചർച്ചയായിട്ട് നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഏതായാലും അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയും പുറത്തു വരാനുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന വാർത്തകൾ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പിന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കുള്ള സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ ഫേസ് ചെയ്ത അതേ സ്പിരിറ്റിലായിരിക്കും ചിലപ്പോൾ പാലക്കാട് മൊത്തത്തിലൊരു ഇലക്ഷന്റെ പ്രതീതി. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്ക് എത്തിക്കാം. ഒരു മുഖത്തെ കാണിച്ചുകൊണ്ട് ഇപ്പൊ പാലക്കാടിനെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ ഇപ്പോഴും അവിടെയുണ്ട്. സന്ദീപ് വാര്യരെ പാലക്കാട്ടത്തെ ഒരു മുഖമായി പാലക്കാട് ജില്ലയിലോ ഒറ്റപ്പാലത്തോ അല്ലെങ്കിൽ അങ്ങേറ്റം പാലക്കാട് ജില്ലയിൽ ഏത് സ്ഥലത്ത് നിർത്തിയാലും സന്ദീപ് വാര്യർ ജയിക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം. കാര്യം പാലക്കാട് മെയിനായിട്ട് അവർ നോക്കുന്നത് RSS BJP വോട്ടാണ്.
ആ ക്രോസ് വോട്ട് സന്ദീപ് വാര്യർക്ക് വരും സന്ദീപ് വാര്യർക്കും വേറൊരു ഫാൻ പവർ ഉള്ള ഒരാളാണ് ഉള്ള ആളാണ്, അവർ പാർട്ടിക്ക് അകത്തുള്ളതാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മാറ്റുമോ, അലിഗേഷൻസ് ഉള്ളത് കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാറ്റാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊരു ഫസ്റ്റ് റൗണ്ട് ചർച്ചയായിട്ട് മാത്രമേ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഇനിയും ചിത്രം പല ആവർത്തി തെളിയാനുണ്ട്. CPM-നകത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പലതും വരാനുണ്ട്. കാര്യം CPM-ന് അങ്ങനെ വെറുതെ കൈവിട്ട് പോകാൻ പാലക്കാട് ജില്ല അവർക്ക് കളയാൻ പറ്റില്ല. കാര്യം അവർ ജയിച്ചു വന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പാലക്കാടും അവർക്കാണ് മേൽക്കോയ്മ. CPM-നാണ് ശരിക്കും ആ ജില്ലക്കകത്ത് മേൽക്കോയ്മ ഉള്ളത്. പാലക്കാട് ഒരു സിറ്റിക്ക് അകത്ത് പെട്ടൊരു മണ്ഡലം മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. അല്ല, അവിടെ പാലക്കാട് തീരുമാനിക്കും ചിലപ്പോൾ ആര് ഭരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഒരു ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം, അവരുടെ കയ്യിലുള്ള സാധനം പോവാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസിന്റെ കയ്യിലുള്ള പാലക്കാട് നഗരസഭ മുനിസിപ്പാലിറ്റി ഉള്ള മണ്ഡലം പോകാതിരിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കും. മറ്റിടങ്ങളിൽ CPM-ന്റെ കയ്യിൽ നിന്ന് ഇടതു മുന്നണിയുടെ കയ്യിൽ നിന്ന് പോകാനും അവരും ശ്രമിക്കും. നമുക്ക് നോക്കാം. ഇതൊരു ഫസ്റ്റ് റൗണ്ട് ചർച്ച മാത്രമാണ്.